Oh God. Hey guys, welcome back to my channel. അപ്പോൾ നാളെ നമ്മുടെ ബലിപെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പുതിയ ഫോണൊക്കെ വാങ്ങിച്ചതല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ വ്ളോഗൊക്കെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹായ്, ലൈവല്ല, വ്ളോഗ് എടുക്കുന്നതാ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ പർച്ചേസിങ്ങിനൊക്കെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ജസ്റ്റ് ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ചെറിയ സർപ്രൈസുകൾ ഈ വ്ളോഗിൽ വരാനുണ്ട്. ഫുള്ള് കാണാം. ബൈ ഗൈസ്. ആഫ്റ്റർ ഇൻട്രോ ഞാനിതെന്താ സംസാരിക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഇതിൽ ചിലപ്പോൾ നെഗറ്റീവ് വരാം, മേ ബി പോസിറ്റീവ് ആയിരിക്കും. എന്ത് കഥ എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചെങ്കിൽ നോർമലി കുട്ടീനെ വീഡിയോ കോൾ ചെയ്യാനൊക്കെ ഞാനാണ് കൂടുതലും എന്നെ അങ്ങോട്ട് വിളിക്കാറ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് നീ എന്തിനാ അങ്ങോട്ട് വിളിക്കുന്നേ, വേണം ഇങ്ങോട്ട് വിളിച്ചോളൂ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇടയ്ക്കൊക്കെ മാന് പറയും എനിക്ക് കുട്ടീനെ കാണണമെന്ന് പറഞ്ഞ സമയത്ത് മേ ബി ഞാൻ പുറത്തായിരിക്കും, പക്ഷേ ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ ഞാൻ കുട്ടീനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാറുണ്ട്. ഈ അടുത്ത് എന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ മാന് കുറച്ച് ഗേൾസൊക്കെ ആയിട്ട് പുറത്ത് കറങ്ങി നടക്കാറുണ്ട്. ദാറ്റ്സ് നോട്ട് ബോദറിങ് മീ, അതിൻ്റെ ബോദർ ചെയ്യുന്നേ ഇല്ല. ബട്ട് എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഹേർട്ടായ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ അവർക്കൊരു ബേബി ഉണ്ട്, ചെറിയൊരു ബേബി. അപ്പോൾ എന്ത് ചെറിയ ബേബിയാണോ എൻ്റെ ബേബി വലുതാണോ എന്താണെന്നല്ല, നമുക്ക് സ്വന്തം മക്കളായിരിക്കും നമുക്ക് പ്രയോറിറ്റി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ ആ കുട്ടിയുടെ കൂടെയുള്ള ഫോട്ടോസ് ഞാൻ കണ്ടു. അവരുടെ കൂടെ കറങ്ങി നടക്കാനൊക്കെ ടൈമുണ്ട്. എന്തുകൊണ്ട് സ്വന്തം കുട്ടീനെ കാണാൻ വരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ ഞാൻ ഓടിയപ്പോൾ എനിക്ക് നല്ല ഹേർട്ടായപ്പോൾ ഈ അടുത്ത് മാൻ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോ, ഞാൻ വീഡിയോ കോൾ ചെയ്യില്ല, വേണമെങ്കിൽ നേരിട്ട് വന്ന് കണ്ടോ. കണ്ടവരുടെ കുട്ടീനെ കാണാൻ പോകാൻ പറ്റില്ല, ഞാൻ അങ്ങനെ തന്നെ പറയാം. കണ്ടവരുടെ കുട്ടീനെ കാണാൻ പോകാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം കുട്ടീനെ കാണാൻ വരാൻ പറ്റുന്നില്ല? വേണമെങ്കിൽ നേരിട്ട് വന്നു, ടൈം സ്പെൻഡ് ചെയ്തു, അതിലൊന്നും എനിക്കൊരു വിഷയമില്ല. ഇനി ഇങ്ങനെ വീഡിയോ കോൾ പറഞ്ഞെങ്കിൽ മീൻസ് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേദിവസം മാൻ വന്നു, കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ നമ്മൾ ഒരുമിച്ച് പോയി. കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. പിറ്റേ ദിവസം മാനിവിടെ അല്ല, പുറത്താണ് സ്റ്റേ ആക്കിയത്. പിന്നെ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു. പിറ്റേ ദിവസം കുട്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. മാനും വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ നെഗറ്റീവാണോ എന്ന് അറിയില്ല, നമ്മൾ ഒന്നിച്ചിട്ടൊന്നുമില്ല. കുട്ടിയുടെ കൂടെ സ്പെൻഡ് ആക്കണമെന്ന് പറഞ്ഞു. സോ ഓക്കെ, ഞാൻ അങ്ങനെ ഇതിൽ നിൽക്കുന്ന ഒരാളല്ല, ഫൈൻ, കുഴപ്പമില്ല, വന്നു എന്നുള്ള രീതിക്ക് ഞാനും സപ്പോർട്ട് ചെയ്തു. അത് ആരൊക്കെ ഇപ്പോൾ എതിര് പറയുന്നു എന്നുള്ളത് ഞാൻ നോക്കുന്നില്ല. മീൻസ് അത് അവൻ്റെ ഡാഡിയാണ്. അപ്പോൾ വട്ടവർ. അങ്ങനെ പെരുന്നാൾ രാവിലെ ആയപ്പോൾ കുട്ടിയോട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. മാനുവിൻ്റെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് പോയി. എനിക്ക് പുറത്ത് മീൻസ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ പോയായിരുന്നു. അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ പേരിൽ നെഗറ്റീവാണ് എന്ത് വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇത് എടുക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഫസ്റ്റ് ഇത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. നമ്മൾ ഒന്നിച്ചിട്ടില്ല, നമ്മുടെ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല. ബട്ട് കുട്ടീനെ ഓർത്തിട്ട് ഞങ്ങൾ എന്താക്കി മീൻസ് എനിക്ക് ആ ഒരു സംഭവം നല്ല രീതിക്ക് ഹേർട്ട് ചെയ്തു. സ്വന്തം മോനെ കാണാൻ ടൈമില്ല, ബാക്കിയുള്ളതിനൊക്കെ ടൈമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മദറിനെ മനസ്സിലാക്കാൻ പറ്റുമല്ലേ. ദാറ്റ്സ് ഓൾ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി വ്ളോഗ് കാണാം. കണ്ടതാ പറ്റിപ്പോയത്. കഴിഞ്ഞു. ഇനിയിപ്പോ കുത്തുണ്ടോ? പറഞ്ഞല്ല നല്ല ദിവസം ഇടാനേ പറ്റുള്ളൂ.
എന്റെ മോനോട്ട് എന്ത് ടാറ്റാ 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 We consider it good for betting as this is. You have to try and get anything in your advantage if you're bowling side. Make the better choice. എന്ത് തിന്നാൻ വന്നേ? എന്ത് കഴിക്കാൻ വന്നേ? എന്ത് കഴിക്കാൻ വന്നത്? പറ പറ, എന്ത് കഴിക്കാൻ വന്നേ? അല്ലോ ചിക്കൻ പാഴ്സൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഗായ്സ്, അപ്പോൾ ഇന്നലെ ഡ്രസ്സ് എടുത്തില്ല എനിക്ക്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അതാ എടുത്തു. ലുഹറൊക്കെ കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോഴാണ് ഡ്രസ്സ് എടുക്കുന്നത്. വേഗം ഡ്രസ്സ് ഇട്ടിട്ട് പോകണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൂടെ. ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ താല്പര്യപ്പെടുന്നില്ല. സോ പോവാം. യാ ചെരുപ്പ് വാങ്ങിച്ചു ഗൈസ്. അപ്പോൾ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. എന്തായാലും ഫുഡ് കഴിക്കണം അത്ര ഗൈസ്. അപ്പോൾ പെരുന്നാളായിട്ട് നമ്മൾ ശരവണ ഭവനിൽ വന്നേക്കാണ് നെയ് റോസ്റ്റ് കഴിക്കാൻ. ഇപ്പം മസാല ദോശ കഴിക്കുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാം. ഡ്രസ്സൊക്കെ എടുത്ത് ചെരുപ്പ് എടുത്ത് റെഡി ആയിട്ട് കാണാം. ബ്ലൂം